ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ തംബ്നെയിലിലെ പേര് പോലെ തന്നെ നമുക്ക് ഒന്നോ രണ്ടോ വഴുതന ചെടികളുണ്ടെന്നുണ്ടെങ്കിൽ അതൊരു 4-5 വർഷം നമുക്ക് നിലനിർത്തിക്കൊണ്ട് അതിനകത്തുനിന്ന് നല്ല വിളവെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് മിനീസ് ലൈഫ് സ്റ്റൈൽ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നല്ല നല്ല ടിപ്സുകളും ട്രിക്സുകളും ഒക്കെ അറിയാനായിട്ട് ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ നല്ല ഇനം വിത്തുകൾ, ഗ്രോ ബാഗുകളൊക്കെ ആവശ്യമുള്ളവർ നമ്മുടെ വെബ്സൈറ്റായ minisslifestyle.com എന്ന് വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതായ നല്ല ഇനം വിത്തുകളും ഗ്രോ ബാഗും ഒക്കെ വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ നമ്മുടെ പഴയ വഴുതന കുറേ ഇവിടെ നിൽപ്പുണ്ട്. അതിനെ നമുക്കിനി വീണ്ടും ഉഷാറാക്കിയെടുക്കണം. ഇഷ്ടം പോലെ വഴുതന നമുക്ക് ഇതിനകത്ത് നിന്ന് കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇനി അതിൻ്റെ ആവശ്യമില്ലാത്ത കൊമ്പുകളൊക്കെ വെട്ടിക്കളഞ്ഞ് നരച്ച് നിൽക്കുന്ന ഇലയൊക്കെ ഉണ്ടല്ലോ, അതിനെല്ലാം നമുക്ക് ഒന്ന് പ്രൂൺ ചെയ്ത് നിർത്തണം. അപ്പോൾ ആദ്യം തന്നെ അതിൻ്റെ ചുവടൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് ശീമക്കൊന്നയുടെ ഇല, ചീനി ഇല, അങ്ങനെയുള്ള ഇലകൾ, നമ്മുടെ അയ്യത്തെ പുല്ലുകളുണ്ടെങ്കിൽ, വീണ്ടും കിളിച്ച് വരാത്ത ടൈപ്പ് പുല്ലുകളുണ്ടെങ്കിൽ അതൊക്കെ ഇതിൻ്റെ ചുവട്ടിലോട്ട് ഇട്ട് കൊടുക്കാം. നമ്മുടെ വഴുതനയ്ക്ക് ഇടാനായിട്ട് നമ്മൾ ചാരം എടുത്തിട്ടുണ്ട്, കോഴിവളം എടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്ക് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ കയ്യിൽ എന്താണോ വളം ഉള്ളതെന്ന് വെച്ചാൽ അതിടാം. പൊടിഞ്ഞ ചാണകപ്പൊടിയോ, ഇപ്പം മഴപ്പരുവാണെന്നുണ്ടല്ലോ, എന്ത് വേണമെന്നുണ്ടെങ്കിലും ഇടാവുന്നതാണ്. ആട്ടിൻ കാഷ്ടമോ കമ്പോസ്റ്റോ എന്ത് വേണമെങ്കിലും ഇടാം. അപ്പം ഞാൻ ഈ 3 വളമാണ് ഇപ്പം കൊടുക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ എല്ലാത്തിനും ഇട്ടിട്ട് നമ്മുടെ സൂപ്പർ മെയിൽ തീർന്നിരിക്കുകയാണ്. എന്നാലും കുറേശ്ശെ എല്ലാത്തിനും ഇച്ചിരിച്ച് ഒന്ന് വിതറി ഒന്ന് കൊടുത്തേരെ. പിന്നെ ചാരം നല്ലതാണ്, പൂക്കളും കായ്കളും ഒക്കെ ഉണ്ടാകാനേ. ഈ മഴപ്പരുവത്തിന് അങ്ങോട്ട് ഇട്ട് കൊടുക്കാന്നുണ്ടെങ്കിൽ നല്ല സൂപ്പറായിട്ട് നമ്മുടെ വഴുതനയൊക്കെ അങ്ങ് പിടിച്ചോളും. കണ്ടോ, വീണ്ടും ഇങ്ങനെ വരുന്നതുണ്ടോ പിടിച്ച് ഇഷ്ടം പോലെ വഴുതനയാണ്. നമ്മുടെ ഹരിത വഴുതനയാണ് കേട്ടോ. അപ്പോൾ ഒരു 4-5 മൂടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു വർഷത്തേക്ക്, ഒരു വർഷം പറിച്ചിട്ട് പിന്നെ ഒരു 3-4 വർഷം കൂടെ ഇതേപോലെ വളപ്രയോഗം ചെയ്യാമെങ്കിൽ അങ്ങ് നിന്നോളും. കുറേ കാലം നമുക്ക് വിളവെടുക്കാം. ഇനി അടുത്ത കോഴിവളം കൂടെ എല്ലാത്തിനും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുക്കാം. അതിൻ്റെ ഇടയിലൂടെ ഇച്ചിരി ഡോളോമൈറ്റും കൂടെ ഇട്ട് കൊടുക്കാം. എല്ലാം ഇരിക്കട്ടെ. എല്ലാ രീതിയും നമുക്ക് പരീക്ഷിച്ച് നോക്കാം. അപ്പോൾ ഇനി ഇത് വീണ്ടും ഇതിനകത്ത് വളർന്ന ഇഷ്ടം പോലെ കായൊക്കെ പിടിക്കുന്നത് നിങ്ങളെ കാണിക്കാം. ഇതെല്ലാം ഇങ്ങനെ നിൽക്കുകയാണ്. ഇതിനകത്ത് വെള്ളമൊന്നും കെട്ടിക്കിടക്കാതെ ഒരു പണം മാതിരി നമുക്ക് 4 വശത്തുനിന്നും മണ്ണ് അങ്ങോട്ട് അടുപ്പിച്ച് കൊടുക്കാം. ഇനി സ്വല്പം വേപ്പിൻ പിണ്ണാക്കും കൂടെ. അപ്പം താഴെ നിന്ന് ഇങ്ങനെ മണ്ണ് കോരിയിട്ട് അതിൻ്റെ ചുവട്ടിലോട്ട് ഇങ്ങനെ ഒരു പണം മാതിരി കോരി വെക്കുകയാണ്. അപ്പം മഴവെള്ളമൊന്നും കെട്ടിക്കിടക്കുകയില്ല, ആവശ്യത്തിന് വെള്ളം അതിന് തങ്ങി നിൽക്കുകയും ചെയ്യും. മഴക്കാലമൊക്കെ ആയതുകൊണ്ട് ഇങ്ങനെ ആയിട്ട് വെച്ചാൽ നല്ലതാണ്. അപ്പോൾ നമ്മുടെ വഴുതനയ്ക്ക് നന്നായിട്ട് പണയൊക്കെ കോരിയിട്ട് ഇവിടെ ആവശ്യമില്ലാതെ കിടന്ന ഓല ഒക്കെ ഉണ്ടല്ലോ, അതെല്ലാം വെട്ടി ഇതിൻ്റെ ചുവട്ടിൽ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട്. അപ്പം ഓലക്കാലൊക്കെ ഏറ്റവും നല്ലതാണ് കേട്ടോ. ഏത് പച്ചക്കറികൾക്കും അതിനെ പുതയായിട്ടിടാനും അതല്ലാതെ തന്നെ മണ്ണിന് അടുക്കി കൊടുക്കാനും നല്ലതാണ്. നല്ല കാർബൺ കണ്ടൻറ്റൊക്കെ ഉള്ളതാണ് നമ്മുടെ ഈ കരിയിലയും അതേപോലെ ഓലക്കാലും ഒക്കെ. അപ്പം നമ്മുടെ വഴുതന ചെടിക്ക് നന്നായിട്ട് ഈ സമയത്ത് അങ്ങോട്ട് വളമൊക്കെ എങ്ങനെ ഇട്ട് കൊടുത്താൽ നമ്മുടെ പഴയ വഴുതന ചെടികളെയും അല്ലാതെ നിൽക്കുന്ന ചെടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നും കൂടെ ഉഷാറാക്കി എടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ പുതിയത് നടാനായിട്ടും പറ്റുന്ന സമയമാണ് ഈ ജൂൺ മാസം എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ ഈ വഴുതനെ ഉഷാറാക്കിയ വീഡിയോ ഇഷ്ടപ്പെട്ടുകയാണെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ വിത്തുകൾ, ഗ്രോ ബാഗുകളൊക്കെ ആവശ്യമുള്ളവർ നമ്മുടെ വെബ്സൈറ്റായ minisslifestyle.com എന്ന് വിസിറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതായ വിത്തുകളും ഗ്രോ ബാഗും ഒക്കെ വാങ്ങിക്കാവുന്നതാണ്. കൂടാതെ കോംബോ വിത്തുകൾ വന്നിട്ടുണ്ട്, ചെടികളുടെയൊക്കെ വിത്തുകൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.